ഇടതുപക്ഷം ഇതാ ഒലിച്ചു പോയിരിക്കുന്നു. കടുത്ത ഭരണവിരുദ്ധ വികാരമാണ് സംസ്ഥാനത്തുള്ളത്. അപ്പം അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രതിഫലിച്ചത്, അല്ലാതെ മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങളല്ല എന്നതായിരുന്നു പ്രധാനപ്പെട്ട പ്രചാരവേല. അതിലിപ്പോ ചേലക്കരയിൽ തന്നെ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നേരത്തെ അവിടെ MLA ആയിരുന്ന ശ്രീ രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ രാധാകൃഷ്ണൻ തന്നെ മത്സരിച്ചിട്ടും ഈ ചെറിയ ഭൂരിപക്ഷമാണ് അവിടെ ലഭിച്ചിട്ടുള്ളത്. ഇതെല്ലാം ഭരണവിരുദ്ധ വികാരമാണ് ചേലക്കരയിലെ അസംബ്ലി മണ്ഡലത്തിൽ ആലത്തൂർ ജയിച്ചപ്പോഴും പ്രകടമായതെന്ന് വരെയുള്ള പ്രചാരവേലകളായിരുന്നു ശക്തമായി ഉണ്ടായിരുന്നത്. AICC ജനറൽ സെക്രട്ടറി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ പറഞ്ഞു, യഥാർത്ഥ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നത് ചേലക്കരയിലാണ്, ബാക്കി രണ്ടും ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റുകളാണ്. അപ്പൊ അവിടെ നേരത്തെ ഉള്ളതിനേക്കാളും ലോക്സഭയിൽ ലഭിച്ചതിനേക്കാളും മികച്ച വോട്ടും ലീഡും നേടി വിജയിക്കാൻ കഴിഞ്ഞു എന്നത് ഭരണവിരുദ്ധ വികാരം എന്നുള്ള പ്രചാരവേല കേരളത്തിൽ അത് നടന്ന ഒരു പ്രചാരവേല മാത്രമാണ്, യാഥാർത്ഥ്യമല്ല എന്ന് തെളിയിക്കുന്നതാണ്. പാലക്കാടും കഴിഞ്ഞ തവണത്തേക്കാളും ഒരു 1.25% വോട്ട് അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് നേടാൻ കഴിഞ്ഞു. ഒരു ഭരണവിരുദ്ധ വികാരമാണ് വല്ലാതെ താഴോട്ട് പോകണല്ലോ, അതിനേക്കാളും മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. BJP ഞങ്ങളും തമ്മിലുള്ള അന്തരം ഒരു കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അന്തരമായിരുന്നു, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2000-ഓളം വോട്ടിലേക്ക് മാറി. ഇപ്പൊ അത് ചെറിയൊരു വ്യത്യാസമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്നത് ജനങ്ങൾക്ക് സർക്കാരിൽ വിശ്വാസമുണ്ട്, ഭരണവിരുദ്ധ വികാരം എന്ന പ്രചാരവേലയല്ല ഇതിന്റെ വസ്തുത. എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കി ജനങ്ങൾ നൽകിയിട്ടുള്ള അംഗീകാരം അത് 2021 രാഷ്ട്രീയ കാലാവസ്ഥയിൽ നിന്നൊരു മാറ്റവും ഇപ്പൊ കാണുന്നില്ല. എന്ന് വെച്ചാൽ അന്ന് ഉള്ളതുപോലെയുള്ള രാഷ്ട്രീയ ബലാബലം വെക്കുന്നു. ഗവൺമെന്റിനും ജനങ്ങൾ കുറെ കൂടി വിശ്വാസം അർപ്പിക്കുന്നു. അതിനനുസരിച്ച് കുറെ കൂടി ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും മുന്നോട്ട് പോകുന്നതിനുമായിരിക്കും ശ്രമിക്കുക. ഈ പാലക്കാട് സംഭവിച്ചത് CPM-ന്റെ ഒരു നയത്തിൽ വന്ന ഒരു പാളിച്ചയായിട്ട് കണക്കാക്കാൻ പറ്റും. BJP-യും ഞങ്ങളും തമ്മിലുള്ള അന്തരം കുറഞ്ഞതും ഞങ്ങളുടെ വോട്ട് കൂടിയതും അത് പാളിച്ചെന്ന് സാധാരണ വിലയിരുത്താൻ പറ്റില്ല. അല്ല, കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയ CPM-ന് സ്വന്തമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിയാത്തത് കൊണ്ടാണ് ഒരു വിമർശനവും വന്നത്. അതിപ്പോ എന്തെല്ലാം വിമർശനം ഓരോരുത്തർക്കും അവരവരുടെ രീതിയിൽ ഉന്നയിക്കാതെ. അത് വരണമെങ്കിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞവണ മത്സരിച്ചു, അതിനേക്കാളും വോട്ട് വല്ലാതെ കുറഞ്ഞു. ആ രൂപത്തിലായിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്നതാണെങ്കിൽ അതിൽ അങ്ങനെ ആലോചിച്ചൂടെ, അതല്ലേ കാരണം എന്ന് സാമാന്യ യുക്തിയിൽ ചിന്തിക്കാം. ഈ ചോദ്യത്തിന് അങ്ങനെ സാമാന്യ യുക്തിയായിട്ട് പ്രശ്നം നിൽക്കുന്നില്ല. കാരണം ഞങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥി മത്സരിച്ചതിനേക്കാളും കുറച്ചുകൂടി മെച്ചപ്പെട്ട രൂപത്തിൽ ഞങ്ങൾക്ക് നിങ്ങൾ കാണേണ്ടത് ഒരു അവിശുദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയമല്ല UDF കൈകാര്യം ചെയ്തത്. ആദ്യം പ്രകടനം നടത്തിയ STP ജമാഅത്ത് ഇസ്ലാമി. അപ്പോൾ UDF-ന് വിപുലപ്പെടാൻ സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ അവർക്ക് ഇനിയിപ്പോൾ STP-യെയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയെയും UDF-ന്റെ ഘടകകക്ഷികളാക്കാം. 2 RSS-കാരനായി തന്നെ കോൺഗ്രസിലും പ്രവർത്തിക്കുക. നേരത്തെ ജനതാ പാർട്ടിയിൽ ഒരു ഇരട്ടംഗത്വ പ്രശ്നം വന്നിരുന്നു, RSS-ലും ഈ 2 അംഗത്വം പറ്റുമെന്നുള്ളത്. അതിന് പുതിയ പ്രശ്നം വരും. ഇപ്പോൾ കാര്യാലയത്തിന് സ്ഥലം കൊടുക്കുന്നവർക്കും കോൺഗ്രസിൽ തുടരാം, ശാഖയ്ക്ക് കാവൽ നിന്നവർക്ക് തുടരാം, ശാഖ നടത്തുന്നവർക്ക് തുടരാം. അപ്പോൾ ഒരു ഇരട്ട അംഗത്വത്തിന്റെ പ്രശ്നം ഇനി കോൺഗ്രസിനകത്ത് ഉയരാൻ പോവുകയാണ്. ഇത് RSS-നൊപ്പമാണ്. ഒരു വശത്ത് RSS-കാരനായി തന്നെ കോൺഗ്രസിനകത്ത് നിർത്താം, മറുവശത്ത് STP-യെയും ജമാഅത്ത് ഇസ്ലാമിയും മുന്നണിയിൽ നിർത്താം. അപ്പോൾ ഒരു പ്രതിസന്ധി ഇനി പതുക്കെ കോൺഗ്രസിനകത്ത് രൂപം കൊള്ളും. അതിന്റെ ചില ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ നിന്നുണ്ടാകും എന്ന് തന്നെയാണ് കണക്കാക്കേണ്ടത്. അല്ല, പരസ്യത്തിന്റെ വസ്തുതകളോട് ആരും വിമർശിച്ചിട്ടില്ലല്ലോ, പരസ്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വിമർശിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ് EP ജയരാജന്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു അദ്ദേഹത്തിൻ്റെതായിട്ട് വന്ന ഒരു അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സരിന്റെ തോൽവിയെ ബാധിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളല്ലേ? അല്ല, അദ്ദേഹത്തിൻ്റെതാണെന്ന മട്ടിൽ നിങ്ങളെല്ലാം കൊടുത്ത അഭിപ്രായങ്ങൾ അങ്ങനെയായിരിക്കും അത് ശരിയായ മലയാളം. അദ്ദേഹത്തിൻ്റെതായി ഒന്നും വന്നില്ല. അദ്ദേഹത്തിൻ്റെതാണെന്ന മട്ടിൽ ഒരു നിർമ്മിതി നടന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ DC ബുക്സ് ആ ഘട്ടത്തിൽ തന്നെ പറയേണ്ടതായിരുന്നു ഞങ്ങളായിട്ട് കരാറില്ല. അതൊരു രാഷ്ട്രീയമായ ഒരു കാര്യം ഉപയോഗിക്കുമ്പോൾ ഒരു ഉത്തരവാദിത്വമുള്ള പ്രസിദ്ധീകരണ സംവിധാനം എന്ന നിലയിൽ കരാറില്ലെങ്കിൽ ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് കരാറില്ല എന്ന് വ്യക്തമാക്കേണ്ടതായിരുന്നു. അപ്പോൾ ഒരു പറഞ്ഞതാണ്, ഇതെല്ലാം ഒരു നിർമ്മിതി, നിങ്ങളുടെ കുറച്ച് മാധ്യമങ്ങളും കുറച്ച് ആളുകളും ചേർന്നൊരു നിർമ്മിതി നടത്തിയിരുന്നു. അല്ലാതെ EP ജയരാജന്റേതാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാനുള്ള ശ്രമം, അത് അങ്ങനെയാണെങ്കിൽ ഇതല്ലല്ലോ നിങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് കഴിഞ്ഞവണേക്കാൾ നില മെച്ചപ്പെട്ടു എന്ന് പറയുമ്പോൾ ആന്റി ഇൻകംബൻസി അല്ലല്ലോ അതിനകത്ത് പ്രതിഫലിക്കുന്നത്.
അല്ല, പാലക്കാട് ഇപ്പം ഞങ്ങൾ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സീറ്റല്ലേ കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തെ തവണയും. ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ നല്ല മെച്ചപ്പെടുത്തി. ഞങ്ങൾ സാധ്യമായ രൂപത്തിൽ എല്ലാ ശ്രമവും നടത്തി. ഇപ്പൊ BJP ഞങ്ങളും തമ്മിൽ അന്തരം വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. അത് കുറെ കൂടി ഇനിയിപ്പോൾ ഞങ്ങൾ അവരും തമ്മിലായിരിക്കുമല്ലോ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ നേരിട്ട് ഏറ്റുമുട്ടാൻ പോകുന്നത്. അങ്ങനെ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഘട്ടത്തിൽ കുറെ കൂടി മെച്ചപ്പെട്ട രൂപത്തിൽ ഞങ്ങൾക്ക് വരാൻ കഴിയും. അല്ലാതെ പാലക്കാട് ഇപ്പം ഞങ്ങളുടെ ഒരു ഉറച്ച സീറ്റ്, നിങ്ങൾക്ക് ചേലക്കരി ആയിരുന്നല്ലോ നിങ്ങളെല്ലാവരും രാഷ്ട്രീയ ലിറ്റ്മസ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ചില ചർച്ചകളിൽ ഇപ്പോൾ ചാനലുകളുടെ പുതിയ രീതി എന്തെന്ന് വെച്ചാൽ 3-4 പേരിരുന്നു. ഒരാൾ കോൺഗ്രസിന് വേണ്ടി വാദിക്കും, ഒരാൾ LDFന് വേണ്ടി വാദിക്കും, ഒരാൾ BJPക്ക് വേണ്ടി വാദിക്കും. അപ്പോൾ അവരുടെ കോൺഗ്രസ്സുകാരെല്ലാം റീലായിട്ട് അതിടും, BJPയോട് പറയുന്നത് അടുത്ത ആളിലിടും. അപ്പോൾ എല്ലാ പാർട്ടിക്കാരും അവരവരുടെ ചാനലിൽ അതൊരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ടല്ലേ വരുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ പലരും പറഞ്ഞിട്ട് ചേലക്കരയാണ് ഇതിന്റെ ടെസ്റ്റ്. രാധാകൃഷ്ണൻ നിന്നെ പോലൊരാൾ നിന്നിട്ട് പോലും 5000 വോട്ടിനാണ് ഭൂരിപക്ഷം കിട്ടിയത്. 2 രാധാകൃഷ്ണൻ ഇതാ പിണങ്ങിയിരിക്കുന്നത്. എന്തെല്ലാം കഥകളിറക്കി, ഏതെല്ലാം രൂപത്തിൽ. അതേ സ്ഥാനാർത്ഥി തന്നെയല്ലേ അവിടെ മത്സരിച്ച, ലോക്സഭയിൽ മത്സരിച്ച അതേ സ്ഥാനാർത്ഥി തന്നെയല്ലേ UDF അവിടെ മത്സരിപ്പിച്ചത്. അവർ കരുതി അരൂര് പോലെ അന്ന് ആലപ്പുഴ കഴിഞ്ഞിട്ട് അരൂര് ഉണ്ടായതുപോലെ എന്ന് കണക്കാക്കി അവിടെ. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വം എന്ന് പറഞ്ഞത് രാഷ്ട്രീയ സമരം നടക്കുന്നത് ചേലക്കരയിലാണ്. അവിടെ ഇടതുപക്ഷം വിജയിച്ചു. പ്രദീപ് തന്നെ മത്സരിച്ചപ്പോൾ കിട്ടിയതിനേക്കാളും ഭൂരിപക്ഷത്തോടു കൂടി പ്രദീപ് ഇത്തവണ വിജയിക്കുകയും ചെയ്തു. അല്ല, അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം അതിന് മുമ്പത്തേക്കാളും വലിയ ഭൂരിപക്ഷം വന്നു. അന്ന് അദ്ദേഹം എന്ത് പറഞ്ഞു? രാധാകൃഷ്ണൻ മന്ത്രി തന്നെ കോൺഗ്രസ് നേതൃത്വം പൊതുവെ പറഞ്ഞതാണ്. ആരൊക്കെ എന്തൊക്കെയാണ് പുറത്തിട്ടില്ല പറയുന്നത്. മന്ത്രി മത്സരിച്ച സീറ്റ് ഇതാണ്. മന്ത്രി മത്സരിച്ച സീറ്റ് മന്ത്രിയുടെ അസംബ്ലി മണ്ഡലത്തിൽ വല്ലാതെ കുറഞ്ഞു. ഈ 39,500 5000 ഇഷ്ടമായി കുറഞ്ഞു. ഇതാണ് ഭരണവിരുദ്ധ വികാരം എന്ന് അന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ അഭിപ്രായം അതായിരുന്നു. ഇപ്പൊ അന്നത്തെക്കാളും വിരുദ്ധത കൂടി കുറഞ്ഞെന്നാണോ നമ്മൾ സാധാരണഗതിയിൽ അന്ന് ഇവരെത്തിയ നിഗമനത്തെ വിലയിരുത്തേണ്ടത്? അന്നത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതു രാഷ്ട്രീയ അന്തരീക്ഷമല്ലേ ലോക്സഭ തെരഞ്ഞെടുപ്പ്. ഇപ്പൊ ഗവൺമെന്റിനോടുള്ളൊരു വല്ലാത്ത എതിർപ്പാണെങ്കിൽ ഇങ്ങനെയായിരിക്കും സംഭവിക്കുക. ഗവൺമെന്റിനോട് ജനങ്ങൾക്ക് എതിർപ്പില്ല. ഗവൺമെന്റ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അത് ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ നിങ്ങൾ എല്ലാവരും കൂടി നന്നായി ശ്രമിക്കുന്നു. അതിന് മറികടന്ന് ഞങ്ങൾ ഓരോരുത്തരിലേക്ക് എത്താൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊരു അംഗീകാരം കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. ഈ മുൻപത്തെ പ്രശ്നം